എന്താ 57 വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്? സ്വാതന്ത്ര്യം നേടി ഇന്ത്യ 10 കൊല്ലത്തോളമായി ഈ കേരളം ഒരു സംസ്ഥാനമായി മാറി, ഭരണഘടന നിലവിൽ വന്നു, അവകാശ സമത്വങ്ങളുണ്ട്, അവസരങ്ങൾക്ക് തുല്യതയ്ക്ക് അവകാശമുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചോടത്ത് തന്നെ ഇരിക്കുമെന്നും ഈ നാട്ടിൽ അതിന് നടപ്പിലാക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വരണമെന്നും ആ ഇച്ഛാശക്തിയുള്ള സർക്കാർ വരണമെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്നവർ പിടിക്കുന്ന കൊടി ചെങ്കൊടിയാകണമെന്നും കേരളത്തിലെ ജനതയ്ക്ക് 57 ബോധമുണ്ടായിരുന്നു. ആ ബോധവും ബോധ്യവുമാണ് 2 കൊല്ലമേ ഭരിച്ചുള്ളൂവെങ്കിലും പിന്നീട് വന്ന 70 കൊല്ലക്കാലത്തേക്കും കേരളത്തിന്റെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പിന്മാറാൻ പറ്റാത്ത വിധം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിന്റെ അജണ്ട സെറ്റ് ചെയ്തത് ആദ്യത്തെ EMS സർക്കാരായിരുന്നു എന്ന് നമ്മുടെ രാഷ്ട്രീയ കേരളം വിലയിരുത്താൻ വേണ്ടി കേരളത്തിലെ പത്രപ്രവർത്തകർ 3 ദിവസം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? ഡൽഹിയിലെ പരാജയം കോൺഗ്രസ് എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾ കേൾക്കണം. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് എന്നോ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 0 ഇത്തവണയും 0 എങ്കിലും ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് പറയുമെന്നാണ്. ഒറ്റ വാചകമായിരുന്നു KC വേണുഗോപാലിന്റെ ഉത്തരം. ശ്രദ്ധിച്ച് കേൾക്കണം കൂട്ടരെ. ആ ഉത്തരത്തിൽ അയാൾ പറഞ്ഞ മറുപടി അതിന് ഡൽഹിയിൽ തോറ്റത് ആം ആദ്മി പാർട്ടിയല്ലേ എന്നാണ് പറഞ്ഞു വന്നത്. വാണിജ്യ ബന്ധങ്ങളുമൊക്കെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ, അതായത് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന രാജ്യം എന്നുള്ള രീതിയിൽ MFN എന്ന് പറയുന്ന ബന്ധപ്പെട്ടൊക്കെ നൽകാം. ഇനി എല്ലാ നയതന്ത്ര ബന്ധങ്ങളുമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ളതും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നമ്മുടെ സൗഹൃദ രാജ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ പറയും. ഇനി ഇതിന്റെ വിപരീത അർത്ഥങ്ങളിൽ പറയുന്ന പ്രയോഗങ്ങളുണ്ട്. റോഗ് സ്റ്റേറ്റ് എന്ന് പറയും, തെമ്മാടി രാഷ്ട്രം. എനിമി സ്റ്റേറ്റ് എന്ന് പറയും, ശത്രു രാഷ്ട്രം. ഇങ്ങനത്തെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇത് നയതന്ത്ര ബന്ധത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന അതിനകത്ത് തന്നെ ഉള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെഡറൽ ബന്ധത്തിൽ പോലും ഈ കെട്ടകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മോസ്റ്റ് ഫേവേർഡ് സ്റ്റേറ്റും എനിമി സ്റ്റേറ്റും ഉണ്ട് എന്ന്. അവിടെ സ്റ്റേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ, ഒരു രാജ്യം എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. ഒരു സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളൊന്ന് അതിനെ മനസ്സിലാക്കുക. പരിഗണിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുണ്ട് എന്നും ഏറ്റവും സൗഹൃദപരമായിട്ട് സംസ്ഥാനങ്ങളെ കാണേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നും പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റുകളും പ്രഖ്യാപിക്കുന്ന പാക്കേജുകളും സംഭവിക്കുകയാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്തെ ശത്രു സംസ്ഥാനമായി കേന്ദ്രം ചാപ്പകുത്തുകയാണ്. എനിമി സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് കേരള സംസ്ഥാനത്തെ ശത്രു സംസ്ഥാനം എന്നുള്ള പദവിയിലേക്ക് ഉയർത്തിയ ഒരു കേന്ദ്ര ഗവൺമെന്റായി മോഡിയുടെ ഗവൺമെന്റ് തരം താണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒപ്പം കൂട്ടാനെങ്കിലും ശ്രമിക്കണമെന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, പക്ഷേ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കൂടി നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പറയുന്നത് പോലെ കെഞ്ചിയിട്ടാണെങ്കിലും ഓച്ചാനിച്ചു നിന്നിട്ടാണെങ്കിലും പിന്നോക്കാവസ്ഥയാണെന്ന് തെളിയിച്ചിട്ടാണെങ്കിലും ഒക്കെയാണ് വേണ്ടത് എന്നൊക്കെയാണ് ഭരണഘടന വായിച്ചു നോക്കുക പോലും ചെയ്യാത്തവരുടെയൊക്കെ കമന്റുകളായിട്ട് ബഡ്ജറ്റിന് ശേഷം നമുക്ക് കേൾക്കേണ്ടി വന്നത്. ഒരു ജനതയെ, ആ ജനതയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ അംഗങ്ങളായിട്ടുള്ള 2 മന്ത്രിമാർ അവർ പറയുകയാണ് ആ ജനതയോട്, നമ്മൾ മോശക്കാരാണ് എന്ന് നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്കുക, അങ്ങനെയാണെങ്കിൽ ഔദാര്യം പോലെ നൽകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അത് സംഘടിപ്പിച്ച് തരാമെന്ന്. ഇത്രയും തരം താണ രീതിയിലേക്ക് ഒരു രാജ്യത്തിന്റെ ഭരണം വീണുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലത്തോളമായി ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിന്റെ കെറിവ്, പച്ച മലയാളത്തിൽ അതല്ലാതെ വേറെ പ്രയോഗമില്ല, അത് തീർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാതെ വിടും എന്നാണ് കേന്ദ്ര സർക്കാർ ധരിച്ചിരിക്കുന്നത് എങ്കിൽ അതിന് അന്ത്യം കുറിക്കാൻ സമയമായി എന്ന് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമായി കേരളത്തിലെ മുഴുവൻ ഏരിയ പ്രദേശങ്ങളിലും കാൽനട ജാഥയായി ജനങ്ങളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഇത് കേവലം ഇടതുപക്ഷം സംഘപരിവാറിനെതിരെ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, അതിനുമപ്പുറമുള്ള ഈ ഒരു സംസ്ഥാനത്തിനെ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്ക്
ഇവിടെ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന ഒരു ജനസമൂഹം ഉണ്ടായില്ല എങ്കിൽ ഈ നാടിനെ ഞങ്ങൾ ഇല്ലാതെയാക്കുമെന്ന ഒരു ഭീഷണിക്ക് മുന്നിൽ നമ്മൾ ചൂളിപ്പോകണോ അതോ കരളുറപ്പോടുകൂടി പൊരുതി നിൽക്കണോ എന്നുള്ള വലിയ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്. ആ ഉത്തരത്തിൽ കേരളത്തിന്റെ മുഴുവൻ ജനതയും വരുന്ന കാലയളവിൽ CPM-നോടൊപ്പം ഇവിടുത്തെ സർക്കാരിനോടൊപ്പം നിൽക്കും എന്നുള്ളതും നിർത്തുന്നതിനു വേണ്ടി ആ ജനങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ സന്ദേശം എത്തിക്കുക എന്നുള്ളതുമാണ് ഈ കാൽനട പ്രചരണ ജാഥയുടെ ഒക്കെ വലിയ ഉദ്ദേശം. ജനങ്ങൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇന്നത്തെ കേരളത്തിൽ ചർച്ചാ വിഷയമായി നിൽക്കുന്ന കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ചർച്ചാ വിഷയമായി നിൽക്കുന്നത് എന്താ? കേരളം ഗതി പിടിക്കുന്നു എന്നുള്ളതിന്റെ, കേരളം മെച്ചപ്പെടുന്നു എന്നുള്ളതിന്റെ, കേരളം മുന്നോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ, കേരളത്തിനൊരു ദിശാബോധമുണ്ട് എന്നുള്ളതിന്റെ, കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ വസ്തുതകൾ, കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോ അതിന് നേരെ കണ്ണടച്ചിരുട്ടാക്കി സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി സർക്കാരിനെതിരെ ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ എത്രയോ കാലങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ 2ാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ പ്രചരണ വേളയിൽ മുതൽ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ പ്രചണ്ഡമായും അത് കൊണ്ടു നടക്കുക. എന്താ പറയുന്നത്? കേരളം കുത്തുവാള എടുക്കണം എന്നാണ് പറയുന്നത്. കുത്തുവാള എടുത്തു എന്നല്ല, കുത്തുവാള എടുക്കണം. അങ്ങനെ കുത്തുവാള എടുക്കുന്ന ഒരു കേരളത്തിലാണ് തങ്ങൾക്ക് രാഷ്ട്രീയ വിളവിറക്കാൻ പറ്റുക എന്നുള്ളതും തങ്ങളുടെ അന്തകവിത്തുകൾ എറിയാൻ പറ്റുക എന്നുള്ളതുമുള്ള ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസും UDF-ഉം ലീഗും മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു MP, ആ MP എഴുതിയ ഒരു ലേഖനത്തിൽ വസ്തുതകൾക്കനുസരിച്ച് പ്രയോഗങ്ങൾ നടത്തി ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളം മാറുന്നുണ്ട് എന്നുള്ളതിന്റെ ശ്ലാഘനീയമായ മാതൃകയാണിത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരുണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയ ഫോർമുല തകിടം മറിയുകയാണ് എന്നും ജനം ഇത് ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന് ഗതി പിടിക്കാനുള്ള ഒരവസരം ഈ കാലയളവ് കൊണ്ട് ഇടതുപക്ഷം ഇവിടെ സംജാതമാക്കിയെന്നും തുടർന്ന് അങ്ങോട്ടത് ഏറ്റെടുക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ളതും വസ്തുതകളുടെ വെളിച്ചത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ചീട്ടുകൊട്ടാരം പോലെ അടുത്ത അധികാരവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന UDF-ന് അത് സാധ്യമാകില്ല എന്നുള്ള വിലയിരുത്തലിൽ ആ വ്യക്തിക്കെതിരെ കടന്നാക്രമിക്കുന്ന രീതിയിൽ, CPM-നെ അല്ല, ആ വ്യക്തിയെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ 1-2 ദിവസക്കാലമായിട്ട് ആ പാർട്ടിയിലും ആ മുന്നണിയിലും ചർച്ചകൾ. അതിലൊരു പ്രയോഗമുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയും. ഈ നാട്ടിലൊരു കച്ചവടം തുടങ്ങുന്നതിന് എത്രത്തോളം എളുപ്പമുണ്ട് എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ്. ഈസി എന്ന് നമ്മൾ പറയില്ലേ, ആ അർത്ഥത്തിൽ ഒരു കാര്യം തുടങ്ങാൻ എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളതിന്, ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഒരു കച്ചവടം തുടങ്ങാൻ കേരളത്തിൽ എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളത് കേരള സർക്കാർ പുറപ്പെടുവിക്കുന്ന കണക്കല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തുന്നു എന്ന് പറയുമ്പോ കേരളത്തിൽ ഒരു കച്ചവടം തുടങ്ങാൻ ഇത്തവണ ഈ ഭരണത്തിന്റെ തണലിലും കഴിഞ്ഞ സർക്കാർ മുതൽ ഇങ്ങോട്ടും കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി വ്യവസായ സൗഹൃദമാക്കാൻ, അത് കേവലം പുകക്കുഴൽ എന്നുള്ള അർത്ഥത്തിലല്ല ഒരു വ്യവസായത്തെ നമ്മൾ കാണേണ്ടത്. നമുക്ക് വ്യവസായം എന്ന് പറയുമ്പോൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പുകക്കുഴലും പൊങ്ങി വരുന്ന പുകയുമാണ് വ്യവസായത്തിന്റെ പ്രതീകമെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ 2025-ൽ അതിന്റെ കാലം, അതിന്റെ കഥ അതൊക്കെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വ്യവസായങ്ങൾ, സ്റ്റാർട്ടപ്പുകളെല്ലാം തുടങ്ങുന്നതും അത് എളുപ്പത്തിൽ നടക്കുന്നതും എന്നുള്ളതിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തിയപ്പോ ഈസ് ഓഫ് ഡൂയിങ് പൊളിറ്റിക്സിൽ പുറകിലേക്ക് പോയ കോൺഗ്രസിന്, എളുപ്പത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് സ്വപ്നം കണ്ടിരുന്ന കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയത്തിൽ എല്ലാം എളുപ്പത്തിൽ മാത്രം സാധിച്ചെടുക്കുക എന്നും ഒരു തരത്തിലും പോസിറ്റീവായ ഒരു സമീപനത്തിലൂടെ ഇന്നേ വരെ ഈ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ആ പാർട്ടിയും മുന്നണിയും കുറ്റവും കുറവും ഇടതുപക്ഷത്തെ പറഞ്ഞുകൊണ്ട്, അത് പെരുപ്പിച്ചു പറഞ്ഞുകൊണ്ട് അധികാരം ലക്ഷ്യമാക്കി നീങ്ങിയതിന് ആ ഈസ് ഓഫ് ഡൂയിങ് പൊളിറ്റിക്സിന്റെ കടക്കലാണ് ആ ഒരു വാദം കത്തിവെക്കുന്നത് എന്നും ജനങ്ങൾ കൂടുതലായി അത് ചർച്ച ചെയ്ത് തുടങ്ങുമെന്നുമുള്ള ഒരു ബോധമുണ്ടായപ്പോ അതിനെ പാടെ അവഗണിക്കാൻ, അതിനെ ഇല്ലാതെയാക്കാൻ ആ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും തന്നെ അവിടെ ഇപ്പോ വലിയ യുദ്ധം നടക്കുകയാണ്. എന്തായാലും കേരളത്തിനൊരു കാര്യം മനസ്സിലായി തുടങ്ങുകയാണ്, ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നില്ല CPM അല്ലെങ്കിൽ ഇടതുപക്ഷം, ഈ സർക്കാർ. ഇത് സംഭവിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലും ദൗത്യത്തിലുമായിരുന്നു സർക്കാർ. അത് 4 വർഷം
അതിനു മുന്നത്തെ സർക്കാർ അതിന്റെ 5 വർഷം പൂർണ്ണമായും അത് ഭംഗിയായി നടപ്പിലായി എന്നുള്ളത് നിശബ്ദ വിപ്ലവം പോലെ ഈ കേരളത്തിൽ വരുത്തി തീർത്ത ശേഷം നമ്മളൊന്ന് ഒരുമിച്ച് ശബ്ദിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ നുണപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുമെന്നുള്ള അവരുടെ പേടിയിൽ നമ്മൾ മിണ്ടി തുടങ്ങുമ്പോ ഓരോന്നായി എടുത്ത് നമ്മൾ പരിശോധിക്കാൻ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുമ്പോ ഉത്തരമില്ലാത്ത ഒരു രാഷ്ട്രീയ സമൂഹമായി UDF അതിന് നേതൃത്വം നൽകുന്ന, മലപ്പുറത്ത് വരുമ്പോ അതിന് നേതൃത്വം നൽകുന്ന ലീഗ് എന്ന് തന്നെ പറയണം, അല്ലെങ്കിലും അങ്ങനെ തന്നെ പറയേണ്ടി വരും 2026 എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. 3 ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംവിധാനമായ AICC എന്ന് പറയുന്ന കമ്മിറ്റിയുടെ അതിന്റെ സംഘാടന ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന കേരളീയൻ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റി കൃത്യം 10 ദിവസം മുന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് 8-ാം തീയതി വിലയിരുത്താൻ വേണ്ടി കേരളത്തിലെ പത്രപ്രവർത്തകർ 3 ദിവസം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? ഡൽഹിയിലെ പരാജയം കോൺഗ്രസ് എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾ കേൾക്കണം. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് എന്നോ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 0 ഇത്തവണയും 0 എങ്കിലും ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് പറയുമെന്നാണ്. ഒറ്റ വാചകമായിരുന്നു KC വേണുഗോപാലിന്റെ ഉത്തരം. ശ്രദ്ധിച്ച് കേൾക്കണം കൂട്ടരെ. ആ ഉത്തരത്തിൽ അയാൾ പറഞ്ഞ മറുപടി അതിന് ഡൽഹിയിൽ തോറ്റത് ആം ആദ്മി പാർട്ടിയല്ലേ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസിന്റെ പൊളിറ്റിക്സിന്റെ പാപ്പരത്തം. ഡൽഹിയിൽ തോറ്റത് ആം ആദ്മി പാർട്ടിയാണെന്ന് തോറ്റ ശേഷം ഒരു ഉളുപ്പമില്ലാതെ ആ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറയുക, 2026 എഴുതി വെച്ചുകൊള്ളുക, KC വേണുഗോപാലും കൂട്ടരും കേരളം തോൽക്കുമ്പോ പറയാൻ പോകുന്ന മറുപടി അതിനിവിടെ തോറ്റത് ലീഗല്ലേ എന്നായിരിക്കും. കാരണം ഇപ്പോഴും പണ്ടും മുന്നിൽ നിന്ന് നയിക്കുന്ന ലീഗിന്റെ ചുവട് പിടിച്ച് ഓച്ചാനിച്ചു നിന്ന് ഭിക്ഷാംദേഹികളെ പോലെ വോട്ടുകൾ കിട്ടുന്ന, അതിന് സാമുദായിക പരിവേഷത്തിന് SDPIയും ജമാഅത്തെ ഇസ്ലാമി കൂടി അതിന്റെ പച്ചച്ചായം അടിക്കുന്ന ഈ കേരളത്തിൽ അടുത്ത തവണത്തെ തോൽവിക്കുള്ള KC വേണുഗോപാലിന്റെ മുൻകൂർ ജാമ്യമാണ് എന്ത്? ഡൽഹിയിൽ തോറ്റത് ആം ആദ്മി പാർട്ടിയല്ലേ എന്ന്. 2026 കേരളം പുറങ്കാലുകൊണ്ട് UDFനെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോ ഒരൊറ്റ മറുപടിയിൽ അതിനുള്ള ഉത്തരം കൂടി KC വേണുഗോപാൽ എറിഞ്ഞിടുകയാണ്, അതിനിവിടെ തോറ്റത് ലീഗല്ലേ എന്ന്. അതെ, ഇനി ഇന്ത്യയിൽ തോൽക്കാൻ പോലും ബാക്കിയില്ലാത്ത വിധം കോൺഗ്രസ് അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് വിധി. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ 2029 മോഡിയെ താഴെ ഇറക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, ആവർത്തിച്ച് പറയുകയാണ്, തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കാലാവധിയാണ് 2029. ഈ 2025 താണ്ടി 26, 27, 28 താണ്ടി വേണം 29 ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന അപകടകരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചു നോക്കുമ്പോ, അതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് ഉത്തരം വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പാപ്പരത്വത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സാധ്യതയില്ല. അങ്ങനെ സാധ്യതയില്ലാതിരിക്കുമ്പോ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കുന്നുണ്ട് അങ്ങ് ബീഹാറിൽ. ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും കൂടി ഇപ്പൊ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി എങ്കിൽ ആ മുഖ്യമന്ത്രിയെ നൈസായി സൈഡിലേക്ക് ഇരുത്തി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP വന്ന് അവിടെ ഒരു BJP മുഖ്യമന്ത്രിയും കൂടി വന്നു കഴിഞ്ഞാൽ കൂട്ടരെ എഴുതി വെച്ചുകൊള്ളുക, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തോടുകൂടി ഈ നാട്ടിൽ ഉണ്ടാകുമ്പോ കോൺഗ്രസുകാരൻ കൂട്ടത്തോടെ BJPയിൽ അംഗത്വമെടുക്കുമ്പോ ഇവിടെ പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ ഈ കേരളം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നടന്നെടുക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് വിജയങ്ങളല്ല, പകരം ഇന്ത്യയെ നിലനിർത്തലാണ് എന്ന് അന്നും രാഷ്ട്രീയം പറയാൻ, തെരഞ്ഞെടുപ്പിനും അപ്പുറം ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പറയാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാവുള്ളൂ. ഒരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു ഇന്ത്യയിൽ 2029 ഒരു തെരഞ്ഞെടുപ്പ് കാലം കരുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെല്ലാം കൂടി പൊരുതി തന്നെ നേടേണ്ടി വരും. ആ സമയമാകുമ്പോഴേക്കും ഈ പോക്ക് പോയാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൽ പോലും അധികാരമില്ലാതെയായിരിക്കും 2029 കോൺഗ്രസ് ആ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് ആലോചിച്ചു നോക്കുക. അതിനൊരു കാരണമുണ്ട് പറയാൻ. കാരണം ഈ കേരളം നേരിടുന്ന അവഗണനയ്ക്കെതിരെ ഇതുവരെയും ഒരുമിച്ച് ഒന്നും ചെയ്യാൻ കോൺഗ്രസ് കൂട്ടാക്കിയില്ല.
കൂട്ടാക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കൂടെ നിന്ന് നേടിത്തന്നാൽ അത് ഇടതുപക്ഷത്തിന് വേണ്ടുന്ന നേട്ടമാക്കി മാറ്റുമെന്നും അങ്ങനെ കേരളം ഗതി പിടിക്കേണ്ടെന്നും തന്നെയാണ് അവരുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ ചെറിയൊരു മാറ്റം ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 21-ാം തീയതി 22-ാം തീയതിയും ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന വലിയൊരു സമാഗമം നടക്കുകയാണ് കൊച്ചിയിൽ. കേരളത്തിൽ നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞ 8-10 മാസക്കാലമായി കേരളത്തിന്റെ വ്യവസായ മന്ത്രിയും ആ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങ് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിലെ വേൾഡ് ഇക്കോണമിക് ഫോറത്തിലും മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും, അത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ശരി, യൂറോപ്പിലാണെങ്കിലും മറ്റ് പശ്ചിമ രാജ്യങ്ങളിലാണെങ്കിലും ശരി, ചെന്ന് കണ്ട് വ്യവസായികളെ, നിക്ഷേപം മുടക്കാൻ താല്പര്യമുള്ളവരെ ഈ കൊച്ചു കേരളത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന വിധം ഈ കേരളത്തെ നമ്മൾ മാറ്റിയെടുത്തു എന്ന് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്. അത് ഷോക്കേസ് ചെയ്യാൻ പോകുന്ന ആ ഇൻവെസ്റ്റ് കേരള, പണ്ട് 2 ഇതുപോലത്തെ കൊട്ടിഘോഷിക്കപ്പെട്ട കാര്യങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്ന് ആന്റണി സർക്കാരിന്റെ കാലത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ജിം എന്നാണ് പേരിട്ടിരുന്നത്, GIM. അന്ന് അത് എന്തിനു നടത്തി എന്ന് അന്നത്തെ വ്യവസായ മന്ത്രി ഈ ജില്ലക്കാരന് അറിയില്ലായിരുന്നു. ഗൾഫിൽ നിന്ന് കുറെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയോ സ്മാർട്ട് സിറ്റി എന്നുള്ള പേരിൽ ടീകോം എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൊണ്ടുവന്ന് പ്രഹസനം നടത്തുന്നതിന് വേണ്ടിയോ അല്ലാതെ ഗൗരവപൂർവമായി ജിം എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായി നടന്ന ആ യോഗത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് വന്ന 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും എമർജിംഗ് കേരള, കേരളം ഇതാ പൊന്തി വരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു സമ്മേളനം നടത്തി വിളിച്ചു ചേർത്തു, ആളുകളെ കൊണ്ടുവന്നു, ചർച്ച നടന്നു. ഒരു പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ്, 1 രൂപയുടെ എന്നല്ല, 1 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ കേരളത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളിടത്ത് നിന്നാണ് 2025 എത്തി നിൽക്കുമ്പോ ഇൻവെസ്റ്റ് കേരളയിലൂടെ കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിശബ്ദ വിപ്ലവം നയിച്ചിരുന്നു നമ്മൾ കേരളത്തിലെ എന്ന്. നമ്മളത് ഓരോന്നായി എണ്ണി എടുത്ത് പറയാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിക്ഷേപം വരാത്തത് എന്നുള്ളതിന്റെ സകലമാന പ്രശ്നങ്ങളും പഠിക്കാൻ, അത് പഠിച്ചാൽ മാത്രം പോരാ, പരിഹരിക്കാൻ ഈ മാറുന്ന കാലഘട്ടത്തിൽ ഏതുതരം നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ തെളിയിക്കാൻ കാണിക്കുന്ന പ്രതിബദ്ധത. തൊഴിലാളി ചൂഷണം സംഭവിക്കാതെ തന്നെ എങ്ങനെ ഇവിടെ വ്യവസായങ്ങൾ വരാമെന്ന്, എവിടെ ഇങ്ങനെ പുതിയ സംരംഭങ്ങൾ, അതായിരിക്കാം കുറച്ചുകൂടി നല്ല വാക്ക്, സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവരാമെന്ന്, ഒരേ സമയം സംരംഭ സൗഹൃദവും തൊഴിലാളി സൗഹൃദവുമായി കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയെ, കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് 9 കൊല്ലം കൊണ്ട് നമ്മൾ തെളിയിച്ചു. ആ തെളിവിന് ഇനി ഒന്നും തിരുത്തി പറയാൻ ഇവിടെ കോൺഗ്രസിനോ UDF-നോ സാധിക്കില്ല എന്നും ഇടതുപക്ഷം അത് ആവർത്തിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനം കൂട്ടം കൂട്ടമായി കേരളത്തിലെ സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി നിലനിൽക്കുമെന്നും ഇന്ന് കോൺഗ്രസിനറിയാം, UDF-നറിയാം. അതാണ് അവരെ പേടിപ്പെടുത്തുന്നത്. അന്ധഭയം ഇറുക്കട്ടും എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ആ പേടി വേണം കോൺഗ്രസ്സുകാരാ. എന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ? 1957 ഈ കേരളം ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോ, ഈ കേരളം ആദ്യമായി വോട്ട് ചെയ്തപ്പോ, അന്ന് ഒരു സംസ്ഥാനമായി രൂപീകരിച്ച് 1 കൊല്ലം തികഞ്ഞിട്ടില്ലായിരുന്നു. 1956 നവംബർ 1 രൂപീകരിച്ച 3 പ്രദേശങ്ങളായി കടന്നിരുന്ന കൊച്ചിയും തിരുവിതാംകൂറും പിന്നെ മലബാറുമായി കടന്നിരുന്ന പ്രദേശങ്ങളെ മലയാളം സംസാരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമാക്കി മാറ്റി. കൊല്ലം 1 തികയുന്നതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ, 57 ഏപ്രിൽ മാസത്തിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കേരളം വോട്ട് ചെയ്തത് ആർക്കാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് 2026 കേരളം വീണ്ടും വോട്ട് ചെയ്യാൻ പോകുമ്പോ 70 വർഷത്തിന് ശേഷം കേരളം അതിന്റെ 2ാമത്തെ വീണ്ടെടുപ്പിനു വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങുമ്പോ ആ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതും 57 പ്രതിഫലിച്ച അതേ വികാരം തന്നെയായിരിക്കും. എന്താ 57 വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്? സ്വാതന്ത്ര്യം നേടി ഇന്ത്യ 10 കൊല്ലത്തോളമായി ഈ കേരളം ഒരു സംസ്ഥാനമായി മാറി, ഭരണഘടന നിലവിൽ വന്നു, അവകാശ സമത്വങ്ങളുണ്ട്, അവസരങ്ങൾക്ക് തുല്യതയ്ക്ക് അവകാശമുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചോടത്ത് തന്നെ ഇരിക്കുമെന്നും ഈ നാട്ടിൽ അതിന് നടപ്പിലാക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വരണമെന്നും ആ ഇച്ഛാശക്തിയുള്ള സർക്കാർ വരണമെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്നവർ പിടിക്കുന്ന കൊടി ചെങ്കൊടിയാകണമെന്നും കേരളത്തിലെ ജനതയ്ക്ക് 57 ബോധമുണ്ടായിരുന്നു. ആ ബോധവും ബോധ്യവുമാണ്
2 കൊല്ലമേ ഭരിച്ചുള്ളൂ എങ്കിലും പിന്നീട് വന്ന 70 കൊല്ലക്കാലത്തേക്കും കേരളത്തിന്റെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പിന്മാറാൻ പറ്റാത്ത വിധം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിന്റെ അജണ്ട സെറ്റ് ചെയ്തത് ആദ്യത്തെ EMS സർക്കാരായിരുന്നു എന്ന് നമ്മുടെ രാഷ്ട്രീയ കേരളം വിലയിരുത്തണം. കാരണം അന്ന് കുടിയാൻ വ്യവസ്ഥയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി 2 കൊല്ലവും കഷ്ടി കുറച്ച് മാസങ്ങൾ മാത്രം ഭരണത്തിലിരുന്ന് നെഹ്റു തന്റെ താല്പര്യത്തിനനുസരിച്ച് മകൾക്ക് വേണ്ടി പിരിച്ചുവിട്ട ഒരു സർക്കാർ, ആ സർക്കാർ കേവലം 26-27 മാസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഇങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന് തെളിയിച്ചു കൊടുത്തിരുന്നു. ഇനി അതിന് വിരുദ്ധമായി ആ സർക്കാരിന്റെ സമീപനങ്ങളെ തിരുത്തുന്ന വിധം ഏതെങ്കിലും തരത്തിൽ കേരളത്തിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന അജണ്ട സെറ്റ് ചെയ്ത് പിന്നീട് വരുന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഇവിടെ വലിയ തരത്തിൽ ജനകീയ വിപ്ലവങ്ങൾ നടക്കുമായിരുന്നു. കാരണം ഇവിടുത്തെ അതിദാരിദ്ര്യവും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലെ പിന്നോക്കാവസ്ഥയും ആരോഗ്യരംഗത്തെ ഏറ്റവും ശോചനീയമായ അവസ്ഥയും ഒക്കെ പരിഹരിച്ചാൽ മാത്രമാണ് ഒരു നാട് വളരുകയുള്ളൂ എന്നുള്ള ആ ബോധ്യത്തെയാണ് ഒരു സർക്കാർ തുടങ്ങിവെച്ചത് എളുപ്പത്തിൽ അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞു കേന്ദ്രം. പിന്നെ 2 സർക്കാരുകൾ മാറി മാറി വന്നതും ഇടയിൽ കുറെ കാലം രാഷ്ട്രപതി ഭരണം വന്നപ്പോഴും ഒക്കെ ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ ജനം സമ്മതിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യം കിട്ടിയത് അനുഭവിക്കണമെങ്കിൽ അത് നടപ്പിലാക്കാൻ ഇവിടെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാരുകൾ ഉണ്ടായില്ലെങ്കിൽ ചോദ്യം ചെയ്യും എന്നുള്ള ബോധം ആ സർക്കാരുകളെ വേട്ടയാടിയിരുന്നു. അവസരങ്ങൾ തുല്യമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചില്ല എങ്കിൽ അവസരം നിഷേധിക്കപ്പെടുന്നവൻ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിന്റെ അവകാശബോധം അവന് കൈമാറി കഴിഞ്ഞിരുന്നു. നമ്മൾ ആ 2 കൊല്ലം കൊണ്ട് ആ സമയത്തുണ്ടാക്കിയെടുത്ത, ആ ജനങ്ങൾക്കുണ്ടാക്കിയെടുത്ത ആത്മാഭിമാനമാണ് കൂട്ടരെ കഴിഞ്ഞ 70 കൊല്ലമായി കേരളത്തെ വഴി നടത്തിച്ചത് എന്നുള്ളതും ആ തന്റേതായ ഇടം കിട്ടിയ മനുഷ്യർ, തന്റേടികളായ മലയാളികളാണ് പിന്നീട് ഇടതുപക്ഷമല്ലാത്ത സർക്കാരുകൾ വരുമ്പോഴും എങ്ങനെയാണ് ഈ നാട് മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യം മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട് നേടിയ നേട്ടങ്ങളെയൊക്കെ ഇനി എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന മറ്റൊരു ദശാസന്ധിയിലാണ് 2026 വന്നു നിൽക്കാൻ പോകുന്നത്. ആ 2026-ൽ കേരളം നേരിടാൻ പോകുന്ന വലിയ ചോദ്യം അടുത്ത സർക്കാർ ആരുടേതാകണമെന്നല്ല, ഈ നാട് എങ്ങനെയായി തീരണം എന്നുള്ളതിന്റെ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമായിരിക്കും ഈ ജനങ്ങളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കേണ്ടത്. ഇനിയുള്ള 10-30 കൊല്ലക്കാലത്തേക്ക് കേരളം അതിന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന 2056 ആകുമ്പോഴേക്കും എങ്ങനെയായി തീരണം എന്നുള്ളതിന്റെ കാഴ്ചപ്പാടും, ആ കാഴ്ചപ്പാടില്ലാതെ അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു കൂട്ടരും തമ്മിലുള്ള മത്സരമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണം. കാഴ്ചപ്പാടുള്ളവന്, ആശയമുള്ളവന്, അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ളവന് കഴിഞ്ഞ 9 കൊല്ലത്തെ ടെസ്റ്റിമോണിയൽ ഉണ്ട്, സാക്ഷ്യപത്രമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, കീഴാറ്റൂർ എന്ന് പറയുന്ന ഒരു സമരം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ SDPIയുടെ വർഗീയമായ ചേരിതിരിവുകള് മുന്നിൽ നിന്ന് നയിച്ച് കോൺഗ്രസും ലീഗും പിന്നെ പേരിട്ട് വിളിക്കാവുന്ന ഏതൊക്കെയോ മത സാമുദായിക സംഘടനകളും കേരളം കീഴാറ്റൂരിലേക്ക് എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ ഹൈവേ വികസനത്തിന് 2018-ൽ മുടക്കാൻ ഒരു സമരം നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയായിരുന്നു കേരളത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് എന്നും ആ കൊണ്ടുവന്ന മാറ്റത്തെ മുൻനിർത്തിക്കൊണ്ട് വികസനത്തിലേക്ക് മാറ്റേണ്ടത് എന്നുമുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു കേരള സർക്കാർ അവതരിപ്പിച്ചത്. അത് വളരെ നിശബ്ദമായിരുന്നു നടപ്പിലാക്കിയത്. ആ ഹൈവേ വികസനം സാധ്യമായാൽ മാത്രമാണ് ഈ നാട് അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചെത്താവുന്ന ദൂരം കുറയ്ക്കാൻ പറ്റുക, ഗതാഗതത്തിനെടുക്കുന്ന സമയം കുറയ്ക്കാൻ കഴിയുക, മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഒരു വസ്തു ഉപയോഗിക്കാനുള്ള ആ വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കാനുള്ളതിന്റെ ക്ഷമതയെ കൂട്ടാൻ പല മാർഗങ്ങളിൽ ഒന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സമയം ലാഭിക്കുക, അധ്വാനം ലാഭിക്കുക എന്നുള്ളതിന്റെ മാനദണ്ഡങ്ങളാണ്. മനുഷ്യൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഇന്റർനെറ്റ് ഉപയോഗിച്ചും ആളുകളുമായി വിനിമയം നടത്തുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ പറ്റുന്നതിന്റെ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തി ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സംരംഭങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയുള്ള അജണ്ട സെറ്റ് ചെയ്യലായിരുന്നു. അങ്ങനെ ദൂരം കുറയ്ക്കാൻ, ദൂരം സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ സമയം കുറയ്ക്കാൻ അത് റോഡ് മാർഗം മാത്രമല്ല ജലമാർഗവും റെയിൽ മാർഗവും സാധിക്കുമെന്നും അതിന് വിഴിഞ്ഞം പോർട്ടും
അതുപോലെ തന്നെ വാട്ടർ മെട്രോയും ഇൻലാൻഡ് നാവിഗേഷൻ എന്നുള്ള രീതിയിൽ ഉൾനാടൻ ജലഗതാഗതം പോലും ഈ കേരളത്തിൽ മെച്ചപ്പെട്ടു വരുമ്പോ ഇനി കേരയിൽ എന്ന് പറയുന്ന സെമി ഹൈ സ്പീഡ് റെയിൽവേ ഡെവലപ്മെന്റ് കേരളത്തിന് അനിവാര്യമാണെന്ന് കേരള ജനത തന്നെ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങുന്ന മാസങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. ഒരു സംശയവുമില്ലാതെ പറയാം. കാരണം ആളുകൾക്ക് ബോധം വെച്ച് തുടങ്ങുമ്പോ, ആളുകൾ വിഷയങ്ങളെ വസ്തുതയ്ക്കനുസരിച്ച് വിലയിരുത്തി തുടങ്ങുമ്പോ കേരളത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തു വേണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വയൽക്കിളികൾ എന്നുള്ള പേരിൽ കീഴാറ്റൂരിലെ ആ സമരം വയൽ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ നടുവിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ഹൈവേയുടെ അലൈൻമെന്റ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിന് അതിന് പരിമിതിയുണ്ട്. കേരളത്തിന്റെ ഹൈവേ ഡെവലപ്മെന്റിൽ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടുന്ന പണം പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നപ്പോഴാണ് 5800 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് സ്ഥലമേറ്റെടുക്കുന്നതിന് കേരളം മാറ്റിവെച്ചതെന്ന് ആലോചിക്കണം. കാരണം ഈ പ്രവൃത്തി, ഈ ദൂരം കുറയ്ക്കുന്നതിന്, സമയം കുറയ്ക്കുന്നതിന് 6 വരി പാതയുണ്ടായാൽ അത് കേരളത്തിന്റെ താൽക്കാലിക വിജയമോ ലാഭമോ അല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഫിക്സഡ് അസറ്റ് ആണ് എന്നുള്ള ആ ബോധ്യത്തിൽ ഈ സർക്കാർ നടത്തിയ ആ നടപടി, അതിന്റെ വിജയം നമ്മൾ കാണുന്നതുണ്ടായി. കീഴാറ്റൂരിലെ സമരം തവിട് പൊടിയായി. എന്തായിരുന്നു അവരുടെ അജണ്ട? കേരളത്തിന്റെ വികസനം മുടക്കണം. കേരളത്തിന്റെ വികസനം മുടക്കിയാൽ മാത്രമാണ്, കേരളത്തിൽ ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാണ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് 2021 അവർ പരീക്ഷിച്ചു നോക്കി. അത് പൊളിഞ്ഞു പോയി. അതെങ്ങനെ പൊളിഞ്ഞു, ജനങ്ങൾ എങ്ങനെ പൊളിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും ശ്രമം അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തെ വില കുറച്ച് കാണിക്കാൻ, ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂറ്റൻ കെട്ടിടങ്ങളും കൂറ്റൻ വ്യവസായങ്ങളുമാണോ ഈ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന മാതൃക? അതോ കേരളത്തിന്റെ പാരിസ്ഥിതിക സൗഹൃദം നിലനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മനുഷ്യ വിഭവശേഷിയെ ചിന്തിക്കാൻ ബോധമുള്ള, സാക്ഷരതയിൽ വലിയ നിലവാരം പുലർത്തുന്ന ചെറുപ്പക്കാരുടേതായ ഒരു സമൂഹത്തെ കേരളത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന്റെ അജണ്ടയിലേക്കാണോ ഈ സർക്കാർ കാര്യങ്ങൾ നീക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് അത്തരത്തിൽ കാര്യങ്ങൾ നീക്കി തുടങ്ങുന്ന ഒരു സർക്കാർ ഈ നാടിന്റെ മനുഷ്യ വിഭവശേഷിയെ ഉപയോഗപ്പെടുത്താൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മത്സ്യബന്ധനമാവട്ടെ, തോട്ടം മേഖലയാകട്ടെ, ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലായിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ 10-20 കൊല്ലം. കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന വികസനത്തെ എങ്ങനെയൊക്കെ സാധിക്കുമോ അതൊക്കെ ശ്രമിച്ചു നോക്കി. അത് കേരളത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യത കുറവിന് പല കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യവസായങ്ങളിലൂടെ സാധിക്കുമോ എന്ന് നോക്കി. കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയും അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും ഒപ്പം വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള ദൗർലഭ്യം, അത് വ്യവസായത്തിലേക്കും കേരളത്തെ അടുപ്പിക്കില്ല എന്ന് ബോധ്യം വരാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മനുഷ്യരുടെ ബോധത്തിലും മനുഷ്യരുടെ കായിക ബലത്തിലും അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും ശക്തിപ്പെടണമെന്ന് ആദ്യ EMS സർക്കാർ മുതൽ മാറി മാറി വരുമ്പോഴൊക്കെ ഇടതുപക്ഷം കൃത്യമായി മുന്നോട്ട് വെച്ചിരുന്ന ആ രാഷ്ട്രീയത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ആ വലിയ വിപ്ലവമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവകാശത്തിന്, തുല്യതയ്ക്ക്, അവസരത്തിനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ മനുഷ്യരിൽ നടത്തിയ ആ ഇൻവെസ്റ്റ്മെന്റ് ഇനി ഈ നാട്ടിൽ നടത്തുന്ന പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെടുത്തി ഈ നാടിനെ പുതിയ ഒരു സാമ്പത്തിക ക്രമത്തിലേക്ക് എടുത്തുയർത്താനുള്ള ശ്രമമാണ് ഈ നാട്ടിൽ, ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതിന് ശ്രമിക്കുന്നുണ്ട്. അവരമ്പെ പരാജയപ്പെട്ടു പോവുക. കാരണം എന്താ? മുൻകാലങ്ങളിൽ ആവശ്യത്തിന് സ്വന്തം ജനതയുടെ ഭൗതികമായിട്ടുള്ള, കായികമായിട്ടുള്ള മികവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ സർക്കാരുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതും നോക്കണം, ഒപ്പം പശ്ചാത്തല സൗകര്യം കൂടി വികസിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ. എന്നാൽ കേരളം ഈ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം പുതിയ സാമ്പത്തിക ക്രമം ഇവിടെ എങ്ങനെ സാധ്യമാക്കുമെന്നുള്ളതിന് ഒരു വൈജ്ഞാനിക സമൂഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വൈജ്ഞാനിക സാമ്പത്തിക രംഗം, നോളജ് ഇക്കോണമി എന്ന് പറയുന്നത്, അത് കേവലം പഠിച്ചു പാസ്സാകുന്ന ബിരുദം, അത് കയ്യിലുള്ളപ്പോൾ ഉള്ള വിവരം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. വിജ്ഞാനം എന്നുള്ള വാക്ക് പോലും
നോളജ് ഇക്കോണമിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. അറിവെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികൾ ആലോചിച്ചെടുത്ത് നടപ്പിലാക്കാനുള്ള ശേഷിയെയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഉൽപാദനക്ഷമതയിൽ നൂതന ആശയങ്ങൾ, AI അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നിർമ്മിത ബുദ്ധിയുടെ അടക്കം ഈ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൊച്ചു കേരളം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളിലൂടെയാണ് അത് സംഭവിക്കുക എങ്കിൽ ലോകത്തിന് മാതൃകയാകുന്ന ഒരു നോളജ് ഇക്കോണമി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്കുള്ള ഊന്നുവടിയായി മാറും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. ഇത് ചർച്ച ചെയ്ത് തെളിഞ്ഞു വരും. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, ഈ കേരളത്തിലെ മനുഷ്യർക്ക് ഇത് ബോധ്യം വരും. എന്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്ന്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നും ഇല്ലാത്തവൻ ഉള്ളവനിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊടുക്കുക എന്നുള്ളതുമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരുടെ മുന്നിലേക്ക് മാർക്സിയൻ ആദർശം എന്താണ് എന്ന് പറഞ്ഞാൽ ആ ആദർശങ്ങളെ 21ാം നൂറ്റാണ്ടിൽ നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് കേരളം ഒരു പുതിയ മാതൃകയാവുകയാണ്. സിംഗപ്പൂർ എങ്ങനെ വികസിച്ചു എന്നുള്ളതിനും കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് സൗത്ത് കൊറിയയുടെയും അതുപോലെ തന്നെ മറ്റ് വ്യവസായ രാജ്യങ്ങളുടെയൊക്കെ വളർച്ച ഈ 21ാം നൂറ്റാണ്ടിൽ 2025 എത്തി നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവർ നേടിയതുപോലെ അല്ലാതെ നേടാനുള്ള സാധ്യതകളുണ്ട് എന്നും അതൊക്കെ തന്നെയാണ് സ്റ്റാർട്ടപ്പുകളായി പുതിയ സംരംഭങ്ങളായി കേരളത്തിൽ ആയിരക്കണക്കിന് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ് സംരംഭങ്ങൾ തുടങ്ങി നടപ്പിലാക്കിയെടുക്കാൻ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് തെളിഞ്ഞു വരുമ്പോഴൊക്കെ ഇവിടെ മാറ്റം വരികയാണ്. കേരളം 10-20 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റം കൈവരിക്കും എന്നുള്ള പേടി ആലോചിച്ച് നോക്കണം. ഏറ്റവും വലിയ വികസന വിരോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന UDF-നും കോൺഗ്രസിനും ലീഗിനുമായി മാറിയിരിക്കുക.